ഹലോ സ്റ്റുഡൻസ്, ഹൈ ഡി സി വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് രണ്ട് മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ സ്ഫിയർ ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റ്, സെക്കൻഡ് വൺ ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റർ. അപ്പോൾ സ്ഫിയർ ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്ററാണ്. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്ററിൽ നമ്മളൊരു കപ്പാസിറ്ററിൻ്റെ ഏകദേശം ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. കപ്പാസിറ്റർ നമുക്കറിയാം, കപ്പാസിറ്റർ എന്ന് പറയുന്നത് രണ്ട് പാരലൽ പ്ലേറ്റ്സ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ടു പാരലൽ പ്ലേറ്റ്സിൻ്റെ ഇടയ്ക്കൊരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ വെച്ചാണ് നമ്മൾ കപ്പാസിറ്ററിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. സിമിലർലി ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്ററിലും രണ്ട് പാരലൽ പ്ലേറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതൊരു പ്ലേറ്റാണ്, ഇത് വേറൊരു പ്ലേറ്റ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ ഇലക്ട്രോഡ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ മൂവിങ് ഇലക്ട്രോഡ്, സെക്കൻഡ് വൺ ഈസ് ദ ഫിക്സഡ് ഇലക്ട്രോഡ്. അങ്ങനെ നമ്മൾ രണ്ട് ഇലക്ട്രോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, മൂവിങ് ഇലക്ട്രോഡും ഫിക്സഡ് ഇലക്ട്രോഡും. ഇതിന് അക്രോസ് ആയിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. ഈ രണ്ട് പാരലൽ പ്ലേറ്റ്സിന് അക്രോസ് ആയിട്ടാണ് നമ്മളൊരു ഹൈ വോൾട്ടേജ്, നമുക്ക് മെഷർ ചെയ്യേണ്ട ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. These two parallel plates are separated by a distance S. നമുക്കറിയാം, ഏതൊരു ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും നമ്മളൊരു PMMC ഇൻസ്ട്രുമെൻ്റ് പഠിച്ച് അതിന് നമുക്ക് ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനിടയ്ക്ക് നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പം അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കാരണമാണ് അവിടെ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അല്ലെങ്കിൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് രണ്ട് മെത്തേഡ്സ് അറിയാം, സ്പ്രിംഗ് കൺട്രോൾ ആൻഡ് ഗ്രാവിറ്റി കൺട്രോൾ. ഇവിടെ നമ്മൾ കൺട്രോളിംഗ് ടോർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സ്പ്രിംഗ് കൺട്രോളാണ്, കാണിച്ചിട്ടില്ല, പക്ഷേ സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ഡാമ്പിംഗ് ടോർക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ ഡാമ്പിംഗ് ടോർക്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മൂന്ന് മെത്തേഡ്സാണ്: എഡി കറണ്ട് ഡാമ്പിംഗ്, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആൻഡ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്. അപ്പോൾ ഇവിടെ ഏതായാലും എഡി കറണ്ട് ഡാമ്പിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? എഡി കറണ്ട് ഡാമ്പിങ് ആകണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് വേണം. ഇവിടെ നമ്മൾ രണ്ട് പ്ലേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാമ്പിംഗ് എന്ന് പറയുന്നത് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. കാണിച്ചേക്കുന്നുണ്ടോ? ഈ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം മൂവിങ് പ്ലേറ്റിലാണ് നമ്മൾ മൂവിങ് പ്ലേറ്റിലാണ് ഡാമ്പിങ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ മൂവിങ് പ്ലേറ്റിലോട്ടാണ് എന്ത് അറ്റാച്ച് ചെയ്തേക്കുന്നത്? എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ചേമ്പർ അറ്റാച്ച് ചെയ്തേക്കുന്നത്. സെയിം മൂവിങ് പ്ലേറ്റിൽ തന്നെയാണ് നമ്മൾ എന്ത് അറ്റാച്ച് ചെയ്തേക്കുന്നത്? പോയിൻ്റർ ആൻഡ് സ്കെയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്ററിൻ്റെ ഫംഗ്ഷൻ ഇതാണ്. ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻസ്ട്രുമെൻറ്റ്സ് ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ എ ചാർജ്ഡ് കണ്ടക്ടർ. നമുക്കറിയാം, ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്ലേറ്റിൽ പോസിറ്റീവും വേറൊരു പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. അത് കാരണമാണ് ദെയർ ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുന്നത്. അത് വെച്ചാണ് ഫിക്സഡ് പ്ലേറ്റിലോട്ട് മൂവിങ് പ്ലേറ്റ് എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങളോട് ചോദിക്കും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഡെറിവേഷൻ ചോദിക്കും. അപ്പോൾ നമ്മളിങ്ങനെയാണ് എഴുതേണ്ടത്. നമുക്കറിയാം, ഒരു കപ്പാസിറ്ററിലെ ചാർജ്, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹാഫ് CV² എന്ന് നമുക്കറിയാം. അപ്പം ചേഞ്ച് ഇൻ എനർജി അല്ലേ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ച് എനർജി ചേഞ്ച് ചെയ്യും. ചേഞ്ച് ഇൻ എനർജി DE ഈസ് ഈക്വൽ ടു എന്തെഴുതാം? ഹാഫ് ഇൻറ്റു V² ഇൻറ്റു DC, ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ്. കാരണം വോൾട്ടേജ് വേരി ചെയ്യുന്നില്ല, നമ്മളൊരു ഫിക്സഡ് വോൾട്ടേജാണ് അപ്ലൈ ചെയ്യുന്നത്, നമുക്ക് മെഷർ ചെയ്യേണ്ട വോൾട്ടേജ്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് എന്തുണ്ടാകും? മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റായിട്ടും കപ്പാസിറ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യും. സോ ചേഞ്ച് ഇൻ എനർജി DE ഈസ് ഈക്വൽ ടു ഹാഫ് V² ഇൻറ്റു ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് DC. നമുക്കറിയാം, എനർജി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. എനർജി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ചേഞ്ച് ഇൻ എനർജി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. കാരണം മൂവ് ചെയ്യുമ്പോൾ രണ്ട് പ്ലേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് വേരിയേഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മളിനി 1നെയും 2നെയും കൂടി ഇക്വേറ്റ് ചെയ്യുവാണ്.
half v square dc is equal to F into ds. അപ്പോൾ ഇതിന് ഫോഴ്സ് F is equal to half v square dc by ds. നിങ്ങൾ RMS എന്ന് എഴുതണ്ട, കാരണം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം AC വോൾട്ടേജ് മെഷർ ചെയ്യാനും DC വോൾട്ടേജ് മെഷർ ചെയ്യാനും ഉണ്ടായിരുന്നു. നമ്മളിവിടെ DC മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എക്സാമിന്, നിങ്ങളുടെ സിലബസിൽ DC മാത്രമേ ഉള്ളൂ. AC ആണെങ്കിലാണ് RMS വാല്യൂ. DCക്ക് RMS ഒന്നും ആവറേജ് ഒന്നും ഒന്നുമില്ല, വോൾട്ടേജ് DC വോൾട്ടേജേ ഉള്ളൂ. ACയിലോട്ട് വരുമ്പോഴാണ് RMS വാല്യൂം ആവറേജ് വാല്യൂം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഹാഫ് വി സ്ക്വയർ DC ബൈ DS എന്ന് എഴുതിയാൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? നമുക്കറിയാം ഇൻ കേസ് ഓഫ് കപ്പാസിറ്റർ, നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചേക്കുന്ന ഇക്വേഷനാണ് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ എപ്സിലോൺ 0 A ബൈ D എന്നാണ് പഠിച്ചിരിക്കുന്നത് തോന്നുന്നു. ഇവിടെ D ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഇവിടെ നമുക്ക് ഡിക്ക് പകരം നമ്മളിവിടെ പറയുന്നത് S ആണ്. S ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പോൾ C ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 A ബൈ S DC ബൈ DS. ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് DC ബൈ DS നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം മൈനസ് എപ്സിലോൺ 0 A ബൈ S സ്ക്വയർ എന്ന് കിട്ടും. അത് നമ്മൾ നമ്മുടെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. DC ബൈ DSന് പകരം എപ്സിലോൺ 0 A ബൈ S സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് വേണ്ട വോൾട്ടേജ്, അൺനോൺ വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു F S സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ A എന്ന് കിട്ടും. അതാണ് നമ്മുടെ അൺനോൺ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ PMMC മീറ്റർ അല്ലെങ്കിൽ മൂവിങ് അയൺ മീറ്റർ പോലെ ഡയറക്റ്റായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റർ എന്ത് കാണിക്കും? ഹൈ വോൾട്ടേജ് പോയിൻ്റർ ആൻഡ് സ്കെയിൽ അറേഞ്ച്മെൻറ്റ് വെച്ച് കാണിക്കും. താങ്ക് യു.